ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രോഹിത് ബബിതയോടും കൃഷ്ണ മോളോടും സോറി പറയുന്നു. ഞാൻ കാരണം ബബിതയ്ക്ക് കോളേജിൽ പോലും പോകാൻ പറ്റാതായില്ലേ, എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞു കരയുന്നു. രോഹിയേട്ടൻ എന്നോട് സോറിയൊന്നും പറയണ്ട. ബബിത രോഹിത്തിനെ സമാധാനിപ്പിക്കുന്നു. അലീന കൃഷ്ണമോളോട് രോഹിത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ പറയുന്നു. ഇതു കണ്ടു നിൽക്കുന്ന ബാലചന്ദ്രൻ വല്ലാതെ ഇമോഷണൽ ആകുന്നു. ബാലചന്ദ്രൻ അലീനയോട് പറയുന്നു, നീ എവിടുന്നാണ് ഓരോരുത്തരെ വാരിയെടുത്ത് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. കരച്ചിലടക്കാനാകാതെ അലീന ബാലചന്ദ്രനോട് പറയുന്നു, എന്റെ അച്ഛനാ, സഹോദരങ്ങളാ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അടുത്തതായി രോഹിത് പോകുന്നത് വൈജയന്തിയുടെ റൂമിലേക്കാണ്. രോഹിത്തിനെ കാണുന്ന വൈജയന്തി ചോദിക്കുന്നു, നിന്റെ കോലം ആകെ മാറിയല്ലോ. മാപ്പ് ചോദിക്കുന്ന രോഹിത്തിനോട് വൈജയന്തി ചോദിക്കുന്നു, നീ ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന വൈജയന്തിക്ക് ആകെ ദേഷ്യം വരുന്നു. അവളുടെ വാക്ക് കേട്ട് നീ എന്തിനാ ഇതിനെല്ലാം നിൽക്കുന്നത്? അലീനയെ ഒരുപാട് ചീത്ത പറയുന്നു. മുറിയിൽ നിന്ന് പോകാൻ നേരം വൈജയന്തി പറയുന്നു, നീ അവളുടെ വലയിൽ വീഴാതെ നോക്കണമെന്ന്. ചെറിയ തെറ്റെല്ലാം ഏത് ആൺകുട്ടികൾക്കും പറ്റും. അതിന് നീ ആരോടും മാപ്പ് പറയണ്ട. അവളാണ് മാപ്പ് പറയേണ്ടത്. ഇതിനെല്ലാം കാരണകാരി അവളാണ്. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, ധൈര്യമായി ഇരിക്ക്. അലീനയെ അന്വേഷിച്ച് അടുക്കളയിലേക്ക് വന്ന കൃഷ്ണമോൾ ചോദിക്കുന്നു, ചേച്ചിക്ക് വയ്യേ? അലീന പറയുന്നു, ഭയങ്കര തലവേദന, ഒരു പനിക്കോളുണ്ട്. ഇത് കേട്ട് വന്ന ബബിത പറയുന്നു, ആർക്കാ ഇവിടെ പനിക്കോള്? അലീന ചേച്ചിക്ക്. എങ്കിൽ പോയി കിടന്നാൽ പോരെ? ആരെ കാണിക്കാനാ ഈ തുമ്മലും ചീറ്റലും വച്ച് ഇവിടെ നിൽക്കുന്നത്? അലീനയ്ക്ക് ബാം എടുക്കാൻ പോയ കൃഷ്ണമോളോട് ബബിത പറയുന്നു, എന്റെ റൂമിലുണ്ട് ബാം, അതെടുത്തോ. നല്ലതാണ്. അടുക്കളയിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, പോയി കിടന്നോളാൻ ബബിത പറയുന്നു. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ബാലചന്ദ്രനോട് ബബിത വന്ന് പറയുന്നു, അച്ഛന്റെ പുന്നാര മോൾക്ക് വയ്യ, ഒരു ഡോക്ടറെ വിളിക്കണം. ആർക്ക്? കൃഷ്ണ മോൾക്കോ? ബാലചന്ദ്രൻ ചോദിക്കുന്നു. അല്ല, അലീനയ്ക്ക്. അച്ഛന് ഡോക്ടറെ വിളിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം. അലീനയ്ക്ക് വേണ്ടി ചുക്കുകാപ്പി ഉണ്ടാക്കാൻ വന്ന ബബിതയോട് കൃഷ്ണമോൾ പറയുന്നു, ചുക്കുകാപ്പി പൊടി അതാ അവിടെ ഇരിക്കുന്നു. ഫോണിൽ നോക്കിയാൽ പൊടി എവിടെ ഇരിക്കുന്നു എന്ന് അറിയില്ലാട്ടോ. അലീന നിലത്താണ് കിടക്കുന്നത്. ഇത് കണ്ട കൃഷ്ണമോൾ അലീനയോട് കട്ടിലിൽ കയറി കിടക്കാൻ പറയുന്നു. ഈ സമയം ബബിത ചുക്കുകാപ്പിയും കൊണ്ട് റൂമിലേക്ക് വരുന്നു. അച്ഛന്റെ പുന്നാരമോൾക്ക് ഇതുവരെ ഒരു കട്ടിലു പോലും അച്ഛൻ വാങ്ങി തന്നില്ലല്ലോ, ബബിത പറയുന്നു. ഈ സമയം കയ്യിലുണ്ടായിരുന്ന ബാം ബബിതയെ ഏൽപ്പിച്ച് കൃഷ്ണമോൾ പോകുന്നു. ബബിത അലീനയ്ക്ക് ബാം പുരട്ടിക്കൊടുക്കുന്നു. അലീനയോട് കട്ടിലിൽ കയറി കണ്ണടച്ചു കിടക്കാൻ ബബിത പറയുന്നു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ അലീനയോട്, കണ്ണിൽ എന്താ ബാം പോയോ? കണ്ണടച്ചു കിടന്നാൽ മതിയെന്ന് ബബിത പറയുന്നു. വൈജയന്തിയെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോയ കൃഷ്ണമോളെ വൈജയന്തി വിളിക്കുന്നു. നീ എന്താ എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നത്? എനിക്ക് ഒരു യുദ്ധത്തിന് താൽപ്പര്യമില്ല. ഇത് കേൾക്കുന്ന വൈജയന്തി കൃഷ്ണമോളോട് പറയുന്നു, നിനക്ക് ആരെയും ഒരു ബഹുമാനമില്ല ഇപ്പോ. കൃഷ്ണമോൾ പറയുന്നു, അതാണ് അമ്മയോട് ഞാൻ പറഞ്ഞത്, ഒരു യുദ്ധത്തിന് താൽപ്പര്യമില്ല എന്ന്.